ഇപ്പോൾ മുണ്ടക്കയിൽ ഒരു പോസ്റ്റ്മാൻ ഉണ്ട്, ഒരു വേലായുധൻ. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വേലായുധൻ, നമസ്കാരം. അങ്ങ് അവിടുത്തെ പോസ്റ്റ്മാനാണോ മുണ്ടക്കയിലെ? അതെ, മുണ്ടക്കയിലെ പോസ്റ്റ്മാനാണ്. അങ്ങയുടെ വീടിന് ബുദ്ധിമുട്ടുണ്ടോ, കുഴപ്പമുണ്ടോ? വീട് കംപ്ലീറ്റ് പോയി സാറേ, ഒന്നുമില്ല. വേലാഞ്ചേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ചൂരൽമല ഹൈസ്കൂളിന്റെ അടുത്താണ് താമസം. ഇപ്പൊ ഉള്ളത് മെഡിക്കൽ ക്യാമ്പിന്റെ അടുത്താണ്, മേപ്പാടി ഹൈസ്കൂളില്. ഓക്കെ. വീട്ടിലുള്ള എല്ലാവരും സുരക്ഷിതരാണോ? വീട്ടിലുള്ളവരൊക്കെ സുരക്ഷിതാണ്. ഓക്കെ. ചേട്ടന് ഈ മുണ്ടക്കയിലെ ആളുകളെയൊക്കെ കുറെ അറിയാമല്ലോ അല്ലേ? കുറെ അറിയാം. ഞങ്ങൾ ചേട്ടനെ ഇടയ്ക്കൊന്നും വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ, കാരണം ചില ആളുകൾ ഞങ്ങളോട് വിളിക്കുന്നുണ്ട്, അവരെന്താണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇപ്പൊ ആ വീട് പൂർണ്ണമായും പോയോ ചേട്ടന്റെ? വീട് പോയി. തറയുടെ ഒരു ഭാഗം ഉള്ളൂ. എങ്ങനെയാ പിന്നെ രക്ഷപ്പെട്ടത്? നിങ്ങൾ തലേ ദിവസം ക്യാമ്പിൽ പോയിരുന്നു? ഇല്ല, ഞങ്ങള് രാത്രി 2 മണിക്കാണ് ഈ ഫസ്റ്റ് പൊട്ട് വരുന്നത്. ഫസ്റ്റ് പൊട്ട് വന്ന് 2 മണി കഴിഞ്ഞിട്ട് വീടിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി. ഞാനും മോനും ഭാര്യനെ കൈ പിടിച്ച് വലിച്ച് സ്റ്റെയറിന്റെ മേലേക്ക് കയറ്റിയതാ. ഒരു നിമിഷം വേലാൻ ചേട്ടാ, നിങ്ങൾ ഇന്നലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യായിരുന്നില്ലേ? അപ്പൊ ഉറങ്ങാൻ കിടന്നോ നിങ്ങൾ, അതോ ഉണർന്നിരിക്കായിരുന്നോ? 1:45 ഞങ്ങൾ എഴുന്നേറ്റ്. ലേശം മഴ ശക്തിയായി കണ്ടപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റു, ഭാര്യ എഴുന്നേറ്റു. ഭാര്യ എഴുന്നേറ്റിട്ട് പിന്നെ അതിനുശേഷമാണ് ഭയങ്കര ഒരു സൗണ്ട് കേട്ടത്. അപ്പൊ ഞാൻ മക്കളെയൊക്കെ വിളിച്ചിട്ട് വാതിൽ തുറന്ന് എന്താ സൗണ്ട് എന്ന് പറഞ്ഞ് ഡോറ് തുറന്നൊക്കലും വീട്ടിന്റെ അകത്തേക്ക് വെള്ളവും മരവും ചെളിയും ഒക്കെ കൂടി തെറിച്ചു വന്ന് ഭാര്യനെ മോൻ പിടിച്ച്, ഞാനും മോനെയും പിടിച്ച് രണ്ടാളും കൂടി വലിച്ചു മേലേക്ക് കയറ്റി. എവിടേക്ക് പോയി? മേലേക്ക് കയറ്റിട്ട് മേലേക്ക് അപ്സ്റ്റെയറിലേക്ക് കയറി. സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയിട്ട് അതിലെ അപ്പുറത്തെ ഒരു ഫുട്പാത്ത് ഇട്ടിട്ടുണ്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫുട്പാത്ത് ഇട്ടിട്ടുണ്ട്. ആ ഫുട്പാത്ത് കൂടെയാണ് മേലെ ടോപ്പിൽ കയറിയത്. ശിവാനന്ദൻ എന്ന് പറയുന്ന ഒരു വീട്ടിലേക്കാണ് കയറി പോയത്. ആ വീട്ടിലേക്ക് ഇത് മണ്ണൊലിപ്പ് വന്നില്ലേ? മണ്ണൊലിപ്പില്ല, അതിന്റെ ടോപ്പിലാണ്, എന്റെ വീടിന്റെ ടോപ്പിലാണ്. ഒരു 100 മീറ്റർ പൊക്കണ്ടാവും. ആ വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പം നിങ്ങളുടെ വീട് പൂർണ്ണമായി പോയി. അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോ ഞാൻ ഫസ്റ്റിൽ പോകുമ്പോ വീട് പോയില്ല. ഫസ്റ്റിൽ പോകുമ്പോ വീടേ പോയിട്ടില്ല. അപ്പൊ വീടുണ്ട് എന്നുള്ളത് ഞങ്ങളെ കണക്കൂട്ടല്. രണ്ടാമതൊരു 3:15 ആകുമ്പോ പിന്നെയും പൊട്ടി. ഭയങ്കര പൊട്ടലായിരുന്നു. ഭയങ്കര പൊട്ടൽ കേട്ടപ്പോൾ വിചാരിച്ചു ഇവിടെ നിന്ന് ആ വീട്ടിൽ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും അവിടെ നിന്നും പിന്നെ ഒരു 10-50 മീറ്റർ പൊക്കത്തിൽ പിന്നെയും കയറി. എന്നിട്ട് പഴയ വില്ലേജ് റോഡില് ഒരു ഇസ്മയിൽ എന്ന് പറഞ്ഞ വീട്ടിൽ അഭയം തേടി ഒരു 3:30 മണിയാകുമ്പോ. അപ്പൊ അവിടെ ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാർ ആന ഉണ്ടെന്നും പറഞ്ഞിട്ട് ആനേനെ ഓടിക്കാൻ വേണ്ടിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ താഴെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇസ്മയിൽ എന്നവരോട് വീട്ടിൽ പോയി അവിടെ അഭയം തേടി 6-7 മണി വരെ അവിടെ ഇരുന്നു. അപ്പൊ ആ സമയത്ത് കണ്ട കാഴ്ച എന്താ? ഈ രണ്ടാമത്തെ പൊട്ടലിൽ വെള്ളം പോകുന്ന കണ്ടോ? രണ്ടാമത്തെ പൊട്ടൽ കണ്ടിട്ടില്ല, കാണാൻ നിന്നിട്ടില്ല ഞങ്ങള്. ആ രണ്ടാമത്തെ പൊട്ടലാണ് വീട് പോയത്. വീട് പോയത്. അവിടെ നിന്നിരുന്നെങ്കിൽ മൊത്തം പോയല്ലേ? നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. ആ താഴെ വീടുകൾ ഉണ്ടായിരുന്നോ? താഴെ ഇഷ്ടംപോലെ വീടുകൾ ഉണ്ടായിരുന്നു. താഴെ വീടുകളിലൊന്നും നമ്മളെ അനിയൻ വരെ, സഹോദരൻ വരെ താഴെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടു. പക്ഷെ മൂത്ത മോള് ഇവിടെ ഹോസ്പിറ്റലിലാണ്, വൈത്തിരി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടത്. വേലായുധൻ ചേട്ടാ, ഞങ്ങളൊന്ന് തിരിച്ചു വിളിക്കും. ചില ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ വിളിക്കും. താങ്ക് യു. വേലായുധൻ ചേട്ടൻ അവിടുത്തെ പോസ്റ്റ്മാനാണ്, മുണ്ടക്കൈ മേഖലയിലെ പോസ്റ്റ്മാനാണ് വേലായുധൻ ചേട്ടൻ. നമുക്ക് ആകെ കോൺടാക്റ്റായി ഉള്ളത് രക്ഷാപ്രവർത്തക സംഘത്തോടൊപ്പം. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പകരം ജനപ്രതിനിധികളായിട്ടുള്ളവർ, ഇതേപോലെ പോസ്റ്റ്മാൻമാർ, രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രാദേശിക നേതാക്കൾ, ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടിയും ആ പ്രദേശത്ത് വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതും കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും. വേലായുധൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വേലായുധൻ ചേട്ടൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്.